ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത്. സങ്കീർത്തനം 108:13. ദിവ്യകാരുണ്യം യഥാർത്ഥ ഈശോയാണ്. ദിവ്യകാരുണ്യ ദർശന മാത്രയിൽ പിശാചുക്കൾ ഭയക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ അനുഭവിച്ച ഒരു രംഗം ഓർമ്മയിൽ വരുന്നു. ഒരിക്കൽ കൗൺസിലിംഗ് നടത്തുകയാണ്. ഒരു മനുഷ്യൻ പിശാച് ബാധിതനായിരുന്നു. പെട്ടെന്ന് അലറി കൗൺസിലിംഗ് വേളയില് നിലത്ത് വീണ് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി. ഞാൻ ഓടിപ്പോയി അച്ഛനെ വിളിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ വന്നെങ്കിലും അവൻ ഒന്നുകൂടി ക്രൂരമായി അച്ഛന്റെ നേരെ പാഞ്ഞെടുത്തു. എന്റെ നേരെ വന്നപ്പോൾ എന്റെ കയ്യിലുള്ള ബെനഡിക്റ്റൻ കുരിശ് ഉയർത്തിക്കാട്ടിയതോടെ പിൻവാങ്ങി. ബഹുമാനപ്പെട്ട അച്ഛൻ പെട്ടെന്ന് ചെന്ന് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. ആ ദർശനം മാത്രയിൽ ഇവൻ തറയിൽ വീണ് കൈകൂപ്പി തല കുമ്പിട്ടു. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തെ പിശാചുക്കൾ ആരാധിക്കുന്നു. ഈ സത്യമാണ് ആ സംഭവം എന്നെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യം യഥാർത്ഥ ഈശോയാണെന്ന് മനസ്സിലാക്കാൻ ഈ സന്ദേശം സഹായകമാകട്ടെ. പൈശാചിക ശക്തികൾ നമ്മിൽ നകന്നു പോകാൻ ദിവ്യകാരുണ്യ ഭക്തി നാം പുലർത്തുക. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ യഥാർത്ഥ ഈശോ എന്റെ കൂടെ ജീവിക്കുന്നു എന്ന സത്യവും നാം തിരിച്ചറിയണം. ദൈവഭക്തിയിൽ വളരാൻ ഈ സന്ദേശം സഹായകമാകട്ടെ.